പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. തിരുവണ്ടാകി തിരുനാളും കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ശാന്തി പ്രത്യാശയും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ശാന്തി പ്രത്യാശയും അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ശാന്തി പ്രത്യാശയും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, മിശിഹായുടെ മഹത്വപൂർണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വിശുദ്ധ കുരിശിന് തണലിൽ അഭയം തേടുവാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപികളെ പൗത്രീകരിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. നീലാകാശത്തോണിൽ പൂവൻ മേഘത്തേരി ആഗതനാകും മിശിഹാനാഥന് സുരഗീതം പാടാം. ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം വാഴും യേശുവിനെ ഗീതം പാടാം. കരഘോഷത്താൽ കിന്നര വീണകളാൽ സ്തുതിവചനത്താൽ തിരുവീതികളാൽ സൈന്യങ്ങൾ തന്നാദന നിത്യം കീർത്തനമേകീടാം.
നീലാകാശത്തോടി പൂവൻ മേഘത്തേരി ആഗതനാകും മിശിഹാനാഥന് സുരഗീതം പാടാം. ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം വാഴും യേശുമഹേശന് ജയഗീതം പാടാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിന് പ്രത്യക്ഷ അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥവിനയമൊഴി നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മത്തിനു നിത്യമഹോന്നതമാ ഉദ്യാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, സത്യമായും ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രദ്ധിക്കുകയും ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 42, വാക്യങ്ങൾ 1 മുതൽ 9 വരെ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹാ സഹോദരൻ അനുഗ്രഹിക്കട്ടെ. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി. അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല. തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല. മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല. തീരദേശങ്ങളും അവന്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു. ആകാശത്തെ സൃഷ്ടിച്ച് വിളിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചരിക്കുന്നവർക്ക് ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാനാണ് കർത്താവ്. ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു. ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് സംരക്ഷിച്ചു. അന്തർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്ന് അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനു വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ഞാനാണ് കർത്താവ്, അതാണ് എൻ്റെ നാമം.
എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല. എൻ്റെ സ്തുതി കൊത്തുവിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയുമില്ല. പ്രവചനങ്ങൾ സാക്ഷാത്കൃതമായി. ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. മുള പൊട്ടുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് അവയെപ്പറ്റി അറിവ് തരുന്നു. ദൈവമായ കർത്താവിനെ സ്തുതി. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നുള്ള വായന. 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. പെരുമാറ്റക്രമം. നിന്നേക്കാൾ പ്രായമുള്ളവനെ ശകാരിക്കരുത്. അവനെ പിതാവിനെ പോലെയും യുവാക്കന്മാരെ സഹോദരന്മാരെ പോലെയും പ്രായം ചെന്ന സ്ത്രീകളെ മാതാക്കളെ പോലെയും യുവതികളെ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും പരിഗണിച്ച് ഉപദേശിക്കുക. വിധവകളെക്കുറിച്ച്. യാഥാർത്ഥ്യത്തിൽ വിധവകളായിരിക്കുന്നവരെ ബഹുമാനിക്കുക. എന്നാൽ ഒരു വിധവയ്ക്ക് മക്കളോ മക്കളുടെ മക്കളോ ഉണ്ടെങ്കിൽ അവർ ആദ്യമായി തങ്ങളുടെ കുടുംബങ്ങളോടുള്ള മതപരമായ കർത്തവ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും തങ്ങളുടെ മാതാപിതാക്കളോടുള്ള കടമകൾ നിറവേറ്റുകയും ചെയ്യട്ടെ. അത് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമാണ്. ഏകാഗ്നിയായ ഒരു യഥാർത്ഥ വിധവയാകട്ടെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അപേക്ഷകളിലും പ്രാർത്ഥനകളിലും ദിനരാത്രങ്ങൾ ചെലവഴിക്കുന്നു. എന്നാൽ സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ കുറ്റമറ്റവരായിരിക്കാൻ വേണ്ടി നീ ഇതെല്ലാം അവരെ ഉത്ബോധിപ്പിക്കുക. ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ്. 60 വയസ്സിൽ കുറയാതെ പ്രായമുള്ളവളും ഒരുവൻ്റെ മാത്രം ഭാര്യയായിരുന്നവളുമായ സ്ത്രീയെ മാത്രമേ വിധവകളുടെ ഗണത്തിൽ ചേർക്കാവൂ. മാത്രമല്ല അവൾ സൽപ്രവൃത്തികൾ വഴി ജനസമ്മതി നേടിയിട്ടുള്ളവളുമായിരിക്കണം. അതായത് സ്വസന്താനങ്ങളെ നന്നായി വളർത്തുകയും അതിഥി സൽക്കാരത്തിൽ താൽപ്പര്യം കാണിക്കുകയും വിശുദ്ധരുടെ പാദങ്ങൾ കഴുകുകയും വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും എല്ലാവിധ സൽപ്രവൃത്തികൾക്കും വേണ്ടി തന്നെ അർപ്പിക്കുകയും ചെയ്തിട്ടുള്ളവളായിരിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധമത്തായി അറിയിച്ച കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അദ്ദേഹം 22 വാക്യങ്ങൾ 23 മുതൽ. പുനരുദ്ധാനമില്ല എന്ന് പറയുന്ന സദുക്കായർ അന്നു തന്നെ സമീപിച്ച് ചോദിച്ചു, ഗുരു, ഒരുവൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ ആ വിധവയെ വിവാഹം ചെയ്ത് സഹോദരന് സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശ അനുശാസിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ വിവാഹം ചെയ്തു, സന്താനമില്ലാതെ ഭാര്യയെ സഹോദരൻ വിട്ടുകൊണ്ട് അവൻ മരണമടഞ്ഞു. അങ്ങനെ തന്നെ രണ്ടാമനും മൂന്നാമനും, അങ്ങനെ 7 പേരും. അവസാനം ആ സ്ത്രീയും മരിച്ചു. അതിനാൽ പുനരുദ്ധാനത്തിൽ അവൾ ഈ 7 പേരിൽ ആരുടെ ഭാര്യയായിരിക്കും? അവർക്കെല്ലാം അവൾ ഭാര്യയായിരുന്നല്ലോ. യേശു മറുപടി പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. പുനരുദ്ധാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. പിന്നെയോ അവർ സ്വർഗത്തിൽ ദൂതന്മാരെ പോലെയായിരിക്കും. ഞാൻ അബ്രഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാണെന്ന് മരിച്ചവരുടെ പുനരുദ്ധാനത്തെപ്പറ്റി ദൈവം നിങ്ങളോട് അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവിടുന്ന് മരിച്ചവരുടെയല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. ജനക്കൂട്ടം ഇത് കേട്ടപ്പോൾ അവൻ്റെ പ്രബോധനത്തെപ്പറ്റി ആശ്ചര്യപ്പെട്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കിരിക്കാം. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മിശിഹായുടെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് മൂശാകാലത്തിലെ 8ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇത് നമുക്ക് ധ്യാനിക്കേണ്ടി തരുന്ന വിഷയം എന്നുള്ളത് പുനരുദ്ധാനത്തെപ്പറ്റി ഉള്ള വിഷയങ്ങളാണ്. ഈ വിഷയം നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് ഇതിന് തൊട്ടു മുമ്പുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അവർ ഈശോയെ പരീക്ഷിക്കാനാണ് പലതും ചോദിച്ച് അവർ മുമ്പിലോട്ട് കടന്നു വന്നത്.
സീസറിന് നികുതി നൽകുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ ഫരിസേയർ വന്ന് പുനരുത്ഥാനത്തെ പറ്റിയും അങ്ങനെ പലരും പലതിനെപ്പറ്റി ചോദിക്കുകയാണ്. കാരണം ഇതെല്ലാം നടക്കുന്നത് ഒരേ സ്ഥലത്താണ്. സീസറിന് നികുതി തരാൻ വേണ്ടി ചോദിക്കുന്നത് ഫരിസേയരാണ്. ഈ വചനഭാഗത്തിൽ യേശുവിന് മുമ്പിലേക്ക് പുനരുത്ഥാനത്തെക്കുറിച്ച് ചോദിക്കുന്നത് സദുക്കായരാണ്. ഇവരെല്ലാവരും പല വിശ്വാസങ്ങളിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അവരെല്ലാവരും ഈശോയെ വാക്കിൽ കൊടുക്കണം എന്നൊരു നിർബന്ധത്തിന് പേരിലാണ് എന്ന് യേശുവിന് മുമ്പിലേക്ക് കടന്നു വരിക. പലരും തീവ്രവാദ സ്വഭാവമുള്ളവരാണെങ്കിലും പലരുടെയും ചിന്താഗതികളും വിശ്വാസങ്ങളും വ്യത്യസ്തമാണെങ്കിലും ആരെങ്കിലും വാക്കുകൾ കൊടുക്കാൻ അല്ലെങ്കിൽ ആരെങ്കിലും ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് ചില കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്നൊരു സ്വഭാവം അവരെ നമ്മൾ സുവിശേഷങ്ങളിൽ പല ഭാഗങ്ങളും കണ്ടുമുട്ടുന്നുണ്ട്. ഇന്ന് ഈശോയെ പുനരുത്ഥാനത്തെ പറ്റി ചോദിച്ചു വരുമ്പോൾ നമുക്കറിയാം ഒരിക്കലും നടക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരു വിഷയം അതാണ് അവർ മുമ്പിൽ പറയുന്നത്. ഒരു 7 സഹോദരന്മാരുണ്ടായിരുന്നു. ആ 7 സഹോദരന്മാർ ഒരു വിവാഹം ചെയ്തു, സന്താനമില്ലാതെ മരിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കാൻ ചാൻസ് ഇല്ലാത്ത യേശുവിനെ വാക്കുമുട്ടിക്കാൻ മാത്രം ചോദിക്കാനായിട്ട് അവർ വന്ന് അവരുടെ മുമ്പിലേക്ക് ഈശോ അവരുടെ ചോദ്യത്തിനുള്ള തക്ക മറുപടി നൽകുകയാണ്. അതിനു മുമ്പ് ഈശോ പറയുന്ന ഈ വാക്കുകൾ, നിങ്ങൾക്ക് വിശുദ്ധ ലിഖിതം അറിയാത്തത് കൊണ്ടാണ് തെറ്റുപറ്റുന്നത് എന്ന് ഈശോ സൂചിപ്പിക്കുമ്പോൾ മനുഷ്യരായ നമ്മളെല്ലാവരും ചിലപ്പോൾ ഈ ഫരിസേയരുടെ ഭാഗത്തും സദുക്കാരുടെ ഭാഗത്തു നിന്നുകൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവരെ മുമ്പിലുള്ള മനുഷ്യരെ വാക്കിൽ അവർ കുരുക്കാനായി അല്ലെങ്കിൽ അവരുടെ ചില സ്വഭാവങ്ങളിൽ അവർ കുരുക്കാനായി ചില സന്ദർഭങ്ങളിൽ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാനായി പല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഇന്ന് ഈശോ പറയുന്നത്, നിങ്ങൾ ആദ്യം മനുഷ്യരായിട്ടിരിക്കണം. മനുഷ്യർ സ്നേഹിക്കുന്നതിൽ തെറ്റില്ലെന്നും മനുഷ്യരെ സ്നേഹിക്കാനായിട്ട് പഠിക്കാനും മനുഷ്യരെ പോലെ ചിന്തിക്കാൻ പഠിക്കാനും യേശു ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അത് മനുഷ്യരുടെ നന്മയ്ക്കും സമൂഹത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഉപകരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വായിച്ചു, അന്ധന് കാഴ്ച ലഭിച്ചപ്പോൾ ആ അന്ധൻ സൗഖ്യപ്പെട്ടത് അവർക്കൊരു വലിയ സങ്കടത്തിന് കാരണമാവുകയാണ്. അവരപ്പൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നു, അമ്മയുടെ അടുത്ത് പോയി ചോദിക്കുന്നു. ഇവൻ അത്ഭുതപ്പെട്ടത് ആരുകൊണ്ടാണ്, ഇവരെങ്ങനെയാണ് കാഴ്ച കിട്ടിയത്? അവർ യഹൂദരെ ഭയന്ന് അവരെ സിനഗോഗിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭയന്ന് അവരുടെ വിശ്വാസം ഏറ്റുപറയാൻ അവിടെ ബുദ്ധിമുട്ടുമ്പോൾ സത്യത്തിൽ ഒരു നന്മയെ നന്മയായിട്ട് കാണാൻ, ആ നന്മയെ പ്രോത്സാഹിപ്പിക്കാനുള്ള മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആ വിശാലത നമുക്കെല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഈ തിരുവചനം നമ്മളോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആരെയും വാക്കുമുട്ടിപ്പിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ല, അവർക്ക് നന്മയായിട്ടുണ്ടെങ്കിൽ ആ നന്മയെ കണ്ടെത്താനും ആ നന്മയെ പ്രോത്സാഹിപ്പിക്കാനും ഇന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് വചനം പറയുന്ന കാര്യം എന്നുള്ളത് ഈശോ അവരോട് പറയുന്ന കാര്യങ്ങളാണ്. വിശുദ്ധ ലിഖിതമോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനം ധ്യാനിക്കാൻ നമ്മളോട് പറയുന്നത് വിശുദ്ധ ലിഖിതം നമ്മൾ ധ്യാനിക്കണം. വിശുദ്ധ ലിഖിതത്തിൽ യേശു പറയുന്ന കാര്യങ്ങളെ നമ്മൾ പഠിക്കണം. പഴയ നിയമത്തിൽ അതിനെ നവീകരിച്ചുകൊണ്ട് ക്രിസ്തു പുതിയ നിയമത്തിൻ്റെ സ്നേഹത്തിൻ്റെതായിട്ടുള്ള വഴി പഠിപ്പിച്ചതുപോലെ, സ്നേഹത്തിൻ്റെ മാർഗം പഠിപ്പിച്ചതുപോലെ പഴയ നിയമത്തിൽ നിന്നും കിട്ടിയ 10 പ്രമാണങ്ങളെ അവർ നവീകരിച്ച് സ്നേഹമെന്ന ഒറ്റ വാക്കിൽ 2 പ്രമാണങ്ങളായി ഇതിനെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നും ദൈവത്തെ സ്നേഹിക്കണമെന്നും പഠിപ്പിക്കുമ്പോൾ ഒരു പക്ഷിയുടെ 2 ചിറക് പോലെ തന്നെയാണ് മനുഷ്യന് സ്വർഗത്തിലേക്ക് പറന്നുയരാൻ ഈ സ്നേഹം എന്ന കാര്യം. ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം നമ്മൾ സ്വർഗത്തിൽ പോകുന്ന മനുഷ്യരാകുന്നില്ലെന്നും മറിച്ച് ദൈവം ഈ ഭൂമിയിൽ സ്നേഹിക്കാൻ തന്നിരിക്കുന്നവരെ കൂടി സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നതെന്നും ഒരു പക്ഷിക്ക് പറന്നുയരാൻ 2 ചിറകുള്ളത് പോലെ തന്നെയാണ് സ്വർഗത്തിലേക്കുള്ള വഴിയിൽ ദൈവസ്നേഹവും സഹോദര സ്നേഹവും എന്ന് ഈശോ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലിഖിതത്തിൻ്റെ പൂർണ്ണത സ്നേഹമാണെന്നും ആ സ്നേഹത്തിലൂടെ സ്വർഗത്തിലേക്ക് നടന്നെടുക്കാൻ ഇന്ന് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അവസാനമായിട്ട് ഈശോ എന്ന് പറയുന്ന കാര്യം എന്നുള്ളത്, ഈശോ ജീവിക്കുന്നവരുടെ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹാത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവമാണെന്ന് പറഞ്ഞ് അവർ ജീവിക്കുന്നവരുടെ ദൈവമാണെന്ന് നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇവരെല്ലാവരും ജീവിക്കുന്നവരാണ്, ഇപ്പോഴും ജീവിക്കുന്നവരാണ്. കാരണം അവർ ജീവിച്ചത് വിശുദ്ധിയുടെ പാതയിലാണെന്നും ദൈവത്തിൻ്റെ വാക്കുകൾ സ്വീകരിച്ച് പ്രമാണങ്ങൾ പാലിച്ച് ദൈവത്തിന് വേണ്ടി ആ മനുഷ്യർ അബ്രഹാവും മോശയും യാക്കോബും ജീവിച്ചതുപോലെ ഇന്ന് ഈ സഭയിൽ ആധുനിക ലോകത്തും ഓരോ വിശുദ്ധരും ജീവിക്കുന്നത് പോലെ ദൈവവചനം കേട്ടും ദൈവവചനം പഠിച്ചും ദൈവവചനം ധ്യാനിച്ചും ജീവിക്കുന്നവരൊക്കെ ദൈവത്തിൻ്റെ വഴിയെ വിശുദ്ധിയുടെ വഴിയെ ഇന്നും ജീവിക്കുന്നവരാണ്. മരണപ്പെട്ടാലും മരണമടഞ്ഞ് സ്വർഗത്തിൽ പോയാലും ജീവിക്കുന്നവരാണെന്ന് ഇന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ വാക്കുകൾ ഹൃദയപൂർവ്വം സ്വീകരിച്ച് വിശുദ്ധിയുടെ മാർഗത്തിൽ നടന്ന് നമുക്ക് വളരാം. ഇന്ന് ഈ വചനത്തിൽ പറഞ്ഞതുപോലെ ആരെയും വാക്കിൽ ബുദ്ധിമുട്ടിപ്പിക്കാതെ, ആരെയും ഒരു ബുദ്ധിമുട്ടാ
വേർതിരിവാകാതെ എല്ലാവരെയും സ്നേഹിക്കാനും സ്നേഹമെന്ന ഒരു വലിയ പുണ്യം നാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തെ എല്ലാ നിയമത്തിൻ്റെ പൂർത്തീകരണവും സ്നേഹമാണെന്നും വിശുദ്ധ ലിഖിതം പാലിക്കുന്നത് സ്നേഹത്തിലൂടെ തന്നെയാണെന്നും അവസാനം പറഞ്ഞ ഈ വാക്കുകളിലൂടെ ജീവിക്കുന്നവരായി വിശുദ്ധരായിട്ട് വളരാൻ നമുക്ക് പരിശ്രമിക്കാൻ അതിന് ഈ ജപമാലയും നമ്മുടെ പ്രാർത്ഥനകളും നമ്മളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശു ആകുന്ന പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് നന്മതിന്മകളെ വേർതിരിച്ചറിഞ്ഞ് വിവേകത്തോടും വിശുദ്ധിയോടും കൂടി ജീവിക്കാൻ ഓരോ യുവതി യുവാക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ നല്ല ഈശോയെ, തൊഴിൽ അന്വേഷിച്ച് പരാജിതരായ മക്കൾക്കും മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ട് സ്വത്തും പണവും നഷ്ടപ്പെടുത്തി വിദേശത്തും സ്വദേശത്തുമായി തൊഴിൽ തേടുന്നവരുടെ മേലും അവിടുത്തെ കൃപയും കാരുണ്യവും വർഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ ഇടവകയിലെ ഓരോ മക്കളെയും പ്രത്യേകമായി മദ്യത്തിനും മയക്കുമരുന്നിനും സമ്പർക്ക മാധ്യമങ്ങൾക്കും മറ്റ് ദുശീലങ്ങൾക്കും അടിമപ്പെട്ട് നാശത്തിലൂടെ ചരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ യുവതി യുവാക്കളെയും അവിടുത്തെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ഇടയനായ യേശുവേ, ഞങ്ങളുടെ ഇടവക സമൂഹത്തെയും ഡാനിയേൽ അച്ഛനെയും ഗെത്സമൻ കുടമ യൂണിറ്റിലെ ഓരോ അംഗങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വരും തലമുറയെ ഈശോയാകുന്ന പ്രകാശത്തിലേക്ക് നയിക്കുന്നതിനും ധാരാളം ദൈവവിളികൾ ഉണ്ടാകുന്നതിനും ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രാപ്തമാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയുടെ തലവനായ പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയെയും മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ പിതാവിനെയും അതിരൂപതാധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിനെയും രൂപതാധ്യക്ഷൻ പൂളി കണ്ണുകാടൻ പിതാവിനെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും സമർപ്പിതരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന് പൂർത്തീകരണവുമായ മിശിഹായി ദേവദൂതന്മാരാൽ പരിസേവിതനായി കുരിശടയാളത്തോടെ വാനമേഖലാഗതനാകുമ്പോൾ വിശുദ്ധരോടൊന്ന് ചേർന്നെതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പെസഹ രഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്ഞ അവകാശികളാക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും. സകലത്തിന് നാഥനായ ദൈവം തന്റെ കൃപാസമുദ്ര കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിയേകിടൂ. പരിമളനിഴലായി ജീവിതമലരിൽ അനുഗ്രഹവർഷം ചൊരിയണമേ ചൊരിയണമേ. സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിയേകിടൂ. മലിനമായ ഈ മൺകുടമങ്ങി തിരുപാദ സന്നിധിയിൽ അർച്ചന ചെയ്തിടും
നാഥ കൃപയേകിടൂ കൃപയേകിടൂ ഈ മാനസം തന്നിൽ നിൻഗേഹം തീർത്തിടുക അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ ആദിയിലേക്കും ആമേൻ സുഗരപ്രേക്ഷിതരേ ഏകസ്നേഹിതരേ ശാന്തിരവേച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയകരങ്ങൾ ചൊരിവിലെന്നേക്കും പ്രാർത്ഥനയും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എല്ലാ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിലുള്ള സത്യദേവവും പിതാവിനോട് കൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്ലീവായിൽ പരിക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെ ജയിക്കുന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാത്വികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിലേക്കും നിത്യായുസ്യങ്ങളേറ്റ് പറയുകയും ചെയ്യുന്നു. ഈ സമയം സ്തോത്ര കാഴ്ച നമ്മൾ സ്വീകരിക്കുകയാണ്. നമ്മൾ സമർപ്പിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന സംഖ്യ നമ്മുടെ കരങ്ങളിലേക്ക് എടുത്ത് പിടിക്കാം.
കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കാഴ്ച വസ്തുക്കളെ അങ്ങ് സ്നേഹപൂർവ്വം സ്വീകരിക്കണമേ. അങ്ങ് നൽകിയ ജീവിതവും അങ്ങ് നൽകിയ ആയുസ്സും ആരോഗ്യവും ഉപയോഗപ്പെടുത്തി ഞങ്ങൾ സമ്പാദിച്ച ഈ സമ്പാദ്യത്തിൽ നിന്ന് ഒരു നിശ്ചിത സംഖ്യ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളെയും അങ്ങ് നിർമ്മലമാക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ചരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരെയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഈ സമർപ്പണത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്ഞ ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വീകരിക്കട്ടെ. അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയും അവിടുന്ന് സംപ്രീതമാവുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യദൃഗത്താൽ യുഗരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിൽ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഭക്തൻ ദേവനേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവും
ന്യായവുമായത് ന്യായവുമായത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായിരങ്ങളും മാലാകമാരുടെ 10,000ങ്ങളും മഹോന്നതൻ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. വിണ്ണിൻ നാദം ഓശാന പാടിടാ, സർവേശപുത്രന് ഓശാന പാടിടാ. വാദ്യതാളമോടെ വാഴ്ത്തിടുന്നു ഞങ്ങൾ രാജാതിരാജ ഭൂലോകനാഥ, നിന്റെ മഹിമ വാഴ്ത്തിടട്ടെ. ഓശാന 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 ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞാൻ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നതിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവ് അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി ഭുജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവിനാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനോടെ
സർവസ്വം മുൻപിലണച്ച് കുമ്പിടുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക ഭരണാധികാരി റോമിലെ ലിയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ മെത്രാപ്പൊലിത്താക്ക് വേണ്ടിയും രൂപതീക്ഷൻ പോളി മെത്രാന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരിൽ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ശുദ്ധരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളിലും നാമത്തിൽ വേറെ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരി ജനത്തിനു വേണ്ടിയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കാനും കടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും ഇടവക സമൂഹത്തിലെ ഓരോ കുടുംബങ്ങൾക്കും വേണ്ടിയും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സമർപ്പിതർക്കു വേണ്ടിയും എല്ലാ ദമ്പതിമാർക്കും യുവതി യുവാക്കന്മാർക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയും വിദേശത്തും വിദൂരത്തുമായ പലവിധ കാര്യം വ്യാപരിതരായിരിക്കുന്നവർക്ക് വേണ്ടിയും തൊഴിൽ നഷ്ടപ്പെട്ടും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും തൊഴിലിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയും പരീക്ഷയ്ക്കും ഇൻ്റർവ്യൂമായിട്ടിരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയും മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതിമാർക്ക് വേണ്ടിയും വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാതിരിക്കുന്നവർക്കും വേണ്ടിയും തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾക്കും വേണ്ടിയും ഈ ലോകം മുഴുവനും രോഗികളായി കഴിയുന്നവർക്കും അവരെ ശുശ്രൂഷിക്കുന്നവർക്കും വേണ്ടിയും വിധവകൾക്കും ഏകസ്ഥർക്കും വേണ്ടിയും നല്ല കാലാവസ്ഥയ്ക്കും നല്ല ദൈവവിളിക്കും വേണ്ടിയും എല്ലാ വ്യാപാരി വ്യവസായികൾക്കും കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വേണ്ടിയും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കൃഷിയിടങ്ങളെയും ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരെ കാത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഈ ലോകം മുഴുവനും ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നതിനും യുദ്ധങ്ങൾ അവസാനിക്കുന്നതിനും വേണ്ടിയും പ്രത്യേകമായ ദിവസം ഈ വിശുദ്ധ കുർബാനയ്ക്കും ജവമാനയ്ക്കും നേതൃത്വം നൽകുന്ന ഗെത്സമേൻ യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങൾക്കും അവരെ നയിക്കുന്നവർക്കും വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. സ്വീകരിക്കണമേ. സർവസർവം മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുള്ള പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകം അങ്ങേ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനുസൃതമായി എന്നെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. അവിടെ തിരിച്ചൊരു രക്തങ്ങളോട് സുഗന്ധപൂരിതമാക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും യോഗ്യരാകുന്നു. ഇതിലും ശുദ്ധവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സക്രാരി
ഈശോ വാഴുന്നിതാ പൂജ്യമാമോസ്തിയിൽ ദിവ്യകാരുണ്യമായി സക്രാരിയും ഈശോ വാഴുന്നിതാ പൂജ്യമാമോസ്തിയിൽ ദിവ്യകാരുണ്യമായി നിത്യജീവൻ തരാൻ സ്വർഗരാജ്യം തരാൻ സ്നേഹക്കൂദാശയായി ഈശോ അണയുന്നിതാ നിത്യജീവൻ തരാൻ സ്വർഗരാജ്യം തരാൻ സ്നേഹക്കൂദാശയായി ഈശോ അണയുന്നിതാ ദിവ്യകാരുണ്യമേ സ്നേഹമേ സ്വർഗീയമാം വരദാനമേ നിന്നെ സ്തുതിക്കുന്നു നിന്നെ നമിക്കുന്നു നിത്യവും ആരാധിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ളാകുന്ന ചരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാവമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും ഇടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം നൽകി മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ പാപമോ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇതോടെ നാം രാജ്യവും ശക്തിയും മാറ്റവും എന്നേക്കും അങ്ങേടേതാകുന്നു. ആമേൻ. പിതാവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപേണ സൈന്യങ്ങളിൽ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ മനുഷ്യരും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മളെ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാപരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും നിത്യജീവന് കാരണമാകട്ടെ. ഓ എൻ്റെ
ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, തിരുവചനങ്ങളിലൂടെ വിശുദ്ധ കുരിശിന്റെ രഹസ്യം വെളിപ്പെടുത്തിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദിവ്യരഹസ്യങ്ങൾ പങ്കുകൊണ്ട് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി നൽകി. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഈ ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകി. സകലത്തെയും പൗത്രീകരിക്കുന്ന നിന്റെ തിരുശരീരങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെ നിത്യ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാൻ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം നാം ചെയ്യുകയാൽ നാഥൻ തൻ്റെ മഹത്വത്തിൽ പങ്കാളികളായി തീർത്തല്ലോ. പീഡകളെങ്ങും നിറയുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കാൻ സ്നേഹപിതാവാം സകലേശൻ കൃപയും ശക്തിയുമരുളട്ടെ. ദൈവത്തിൻ പരിപാലനമേ, ഭൂവിൽ നിങ്ങൾക്കെന്നാളും നൽവരദാനം നൽകിയിടും. സംരക്ഷണവും ചിരകാലം ജീവനെഴും തിരുശ്രീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞാൻ സ്വീകരിച്ചതാണ് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമ്പോൾ അറിഞ്ഞുകൂടാ.